മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹിയിൽ പഹൽഗാം മോഡൽ അക്രമം പ്ലാൻ ചെയ്ത 2 ISI ഭീകരർ പിടിയിൽ. ഇന്ത്യ ഗേറ്റ് അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ആക്രമണത്തിനായിരുന്നു പദ്ധതിയിട്ടത്. അൻസുറുൽ മിയ അൻസാരി ഒപ്പം തന്നെ മുഹമ്മദ് റിയാസ് ഗിലാനി എന്നീ 2 കൊടും ഭീകരരാണ് അറസ്റ്റിലായത്. അതേസമയം ജമ്മു കശ്മീരിലെ സിംഗപ്പോരയിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. വിശദാംശങ്ങളുമായി ശരത് ലാലാണ് നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ശരത് ലാൽ, വലിയ രീതിയിലുള്ള മറ്റൊരു ആക്രമണത്തിനുള്ള പദ്ധതിയാണോ യഥാർത്ഥത്തിൽ ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നത്? ഇവർ ഏത് ഭീകര സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതായി ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? ഒപ്പം തന്നെ എന്നാണ് ഈ പഹൽഗാം ആക്രമണത്തിന് മുൻപാണോ അതിനുശേഷമായിരുന്നോ ഇവർക്ക് ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നത്? മിനിൽ, ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെല്ലും നൽകുന്ന വിവരങ്ങളനുസരിച്ച് കഴിഞ്ഞ 3 മാസമായി ഒരു കൺവേർട്ട് ഓപ്പറേഷനിൽ കൂടി നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇവർ പിടിയിലാകുന്നത്. ഇവരിൽ ഒരാൾ പാകിസ്ഥാൻ പൗരത്വമുള്ള വ്യക്തിയാണ്, POK പൗരത്വമുള്ള വ്യക്തിയാണ്. ISIയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോളുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഇത് വളരെ വ്യക്തമാക്കുന്നതാണ്. ഇവരുമായിട്ടുള്ള ബന്ധമുള്ള ഒരു ISI ഉദ്യോഗസ്ഥനെ പാക് ഹൈക്കമ്മീഷനിൽ നിന്ന് ഇന്നലെ പുറത്താക്കിയിരുന്നു. മിസാഫിൽ എന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ 24 മണിക്കൂർ രാജ്യം വേണമെന്ന് ഇവർ അറസ്റ്റിലായ ശേഷം 24 മണിക്കൂർ രാജ്യം വേണമെന്ന് അന്ത്യശാസനം ഇന്ത്യ നൽകിയിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ ഒരു പദ്ധതിയാണ് ISI ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പ്ലാൻ ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കണം. പഹൽഗാമിന് പോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് ഇന്ത്യയിൽ ടൂറിസ്റ്റുകൾ വരുന്ന കേന്ദ്രങ്ങളിൽ സോഫ്റ്റ് ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നു സ്വാഭാവികമായിട്ട് ISI പ്ലാൻ ചെയ്തെന്നാണ് വിനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെ ഡൽഹിയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്തു വരികയാണ്. അതേപോലെ തന്നെ ഇവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത മറ്റു 3 പേരെയും കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പിന്നിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ജമ്മു ഏരിയയിൽ, അതായത് കിഷ്കൻ മലനിരകൾക്ക് താഴെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ചുരു എന്ന വനപ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇവിടെ 4 ഭീകരർ ഒളിഞ്ഞു നിൽക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് വൈറ്റ് കോർപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തെരച്ചിൽ മാത്രമല്ല, തീവ്രവാദികൾ സുരക്ഷാ സേനയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്ന് വേണം പറയാം. 4ഓളം തീവ്രവാദികൾ ഉണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തുന്നതാണ് വൈറ്റ് കോർപ്സ്, അതായത് ഓപ്പറേഷൻ നടത്തുന്ന സൈനിക വിഭാഗത്തിൻ്റെ പ്രത്യേക ടാർഗറ്റ് ന്യൂട്രലൈസേഷൻ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ബിനിൽ. വ്യക്തമായിട്ടും ആ വിവരങ്ങളും വിശദാംശങ്ങളും കൂടി വന്നോട്ടെ. ISI ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ്. ഡൽഹിയിലാണ് ഇവർ ആക്രമണത്തിന് പദ്ധതിയിട്ടത്. രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രം ന്യൂഡൽഹി ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. പഹൽഗാം ഭീകരാക്രമണത്തിന് സമാനമായ ഒരു ആക്രമണത്തിനാണ് ഇവർ പദ്ധതിയിട്ടത്. പക്ഷേ നടപ്പായില്ല. ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനം അത് തകർത്തിരിക്കുന്നതായി ശരത് ലാൽ റിപ്പോർട്ട് ചെയ്യുന്നു ഡൽഹിയിൽ നിന്ന്.